ഹായ്, ഞാൻ ഐഷുബായ്. ഇനി വരുന്ന കുറച്ച് PSC എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ അഥവാ ഡോക്ടർ K. കസ്തൂരിരംഗൻ. അദ്ദേഹത്തിൻ്റെ ജനനം 1940 ഒക്ടോബർ 24 എറണാകുളം ജില്ലയിലായിരുന്നു. എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എറണാകുളം ജില്ല അഥവാ അദ്ദേഹം ജനിച്ച സമയത്ത് കൊച്ചി മഹാരാജ്യമായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ 2025 ഏപ്രിൽ 25 ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചായിരുന്നു. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഏറ്റവും സുപരിചിതനായിരിക്കുന്നത് ISRO ചെയർമാൻ. 1994 മുതൽ 2023 വരെ അദ്ദേഹം ISRO ചെയർമാനായിരുന്നു. ISROയുടെ 5ാമത്തെ ചെയർമാനും 2ാമത്തെ മലയാളി ചെയർമാനുമാണ് ഡോക്ടർ K. കസ്തൂരിരംഗൻ. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ അതുപോലെ NIIT യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ചാൻസലർ ആയിരിക്കുകയായിരുന്നു. അതുപോലെ അദ്ദേഹം 2003-2009 കാലയളവിൽ രാജ്യസഭാംഗമായിരുന്നു. അതായത് അദ്ദേഹം ISRO ചെയർമാൻ പദവിയിൽ നിന്ന് വിരമിച്ചതിൻ്റെ അടുത്ത ദിവസം മുതൽ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. അതുപോലെ അദ്ദേഹം ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1982 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. പിന്നീട് 1992 പത്മഭൂഷണും 2000 പത്മവിഭൂഷണം ലഭിക്കുകയുണ്ടായി. ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ചത് 1983 ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനുള്ള പുരസ്കാരങ്ങളിലൊന്നാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം. അത് നൽകുന്നത് CSIR ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പറയുകയാണെങ്കിൽ അദ്ദേഹം 1991 മാർച്ച് 31 മുതൽ 9 വർഷക്കാലം ISRO ചെയർമാൻ പദവി അലങ്കരിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ അദ്ദേഹം ഒരുപാട് ബഹിരാകാശ രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. IRS 1A 1B എന്നിവയുടെ ആരംഭത്തിന് അദ്ദേഹം നന്ദി കുറിക്കുകയുണ്ടായി. പിന്നീട് ഭാസ്കര 1 ഭാസ്കര 2 അതായത് നമ്മളുടെ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1 ഭാസ്കര 2 എന്നിവയുടെ പ്രൊജക്ട് ഡയറക്ടറായി വർക്ക് ചെയ്തത് ഡോക്ടർ K. കസ്തൂരിരംഗനായിരുന്നു. അതുപോലെ PSLV GSLV എന്നിവയുടെ വിജയകരമായ ലോഞ്ചിങ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിരുന്നു. അതുപോലെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങളായ IRS 1C 1D അതുപോലെ IRS P3 P4 എന്നിവയുടെ പിന്നിലും അദ്ദേഹമായിരുന്നു. ഇത്രയുമാണ് ബഹിരാകാശ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനകൾ. ഓക്കെ, ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ പുനഃപരിശോധിക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ K. കസ്തൂരിരംഗനായിരുന്നു. ആ കമ്മിറ്റിയിൽ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ കമ്മിറ്റിയെ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. ഓക്കെ, ടീച്ചിങ് പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കറണ്ട് അഫെയർ വരുന്നത് NEP 2020. ഓക്കെ, ദേശീയ വിദ്യാഭ്യാസ നയം 2020. അതിൻ്റെ അവസാന കരട് രൂപം മുന്നോട്ട് വെച്ച കമ്മിറ്റിയിലും അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു. NEP 2020 വിദ്യാഭ്യാസ മാതൃക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 5-3-3-4 എന്നാണ്. ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞ ഇത്രയും. ഇനി ഇത് കൂടാതെ കുറച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊന്ന് 2 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം എറണാകുളത്തായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? എറണാകുളത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. എന്നാൽ അദ്ദേഹത്തിൻ്റെ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണ് എറണാകുളത്തുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം മുംബൈയിലാണ് പഠനം കണ്ടിന്യൂ ചെയ്തത്. അദ്ദേഹം ബിരുദാനന്തര ബിരുദവും എടുത്തത് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ PhD വർക്ക് അഥവാ ഡോക്ടറേറ്റ് എടുക്കുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ഡോക്ടർ K. കസ്തൂരിരംഗനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ
PSC എക്സാമുകൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.